നമസ്കാരം. കളിമേള സഞ്ചാരം എന്ന കഥകളി മേളവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ 16ാമത്തെ ക്ലാസ്. ഇന്ന് ചെമ്പട താളത്തിലെ വിവിധ കാലങ്ങളിലുള്ള ഇരട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് വിചാരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈയിടെ അന്തരിച്ച കഥകളി മേളത്തിൻ്റെ തെക്കൻ ശൈലിയുടെ ആചാര്യനായിരുന്ന കണ്ടല്ലൂർ സദാശിവനാശാനെ ഒന്ന് സ്മരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കഥകളി മേളത്തിൽ തെക്കൻ ചിട്ടയിൽ അതിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ധാരാളം സവിശേഷതകൾ അതിൻ്റെ കൊട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രാവീണ്യമുള്ള അരങ്ങിലും കളരിയിലും ഒരേപോലെ പ്രാവീണ്യമുള്ള ആചാര്യനായിരുന്നു കണ്ടല്ലൂർ സദാശിവനാശാൻ. അരങ്ങിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം അരങ്ങിൽ ധാരാളം മുതിർന്ന കലാകാരന്മാരൊപ്പം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തൻ്റെ പാരമ്പര്യം, തൻ്റെ കല വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് അദ്ദേഹം തൻ്റെ പ്രായാധിക്യത്തിലും അതിന് താല്പര്യം കാണിച്ചിരുന്നു എന്ന നല്ല ഒരു സവിശേഷത കൂടി അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ അരങ്ങിലെ മുതിർന്ന കലാകാരനായും കളരിയിലെ നല്ല ഒരു ആചാര്യനായും വിശേഷിപ്പിക്കാവുന്നതാണ് കണ്ടല്ലൂർ സദാശിവനാശാൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ചെണ്ടകലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അനുശോചനവും ആദരവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ചെമ്പട താളത്തിലുള്ള വിവിധ കാലങ്ങളിലുള്ള ഇരട്ടികൾ സ്വാഭാവികമായും ധാരാളം കഥകളിൽ ക്രമീരോധം, കഥയിലെ ധർമ്മപുത്രരുടെ ബാലെ കേൾനി എന്ന പദത്തിൽ, ഭഗവതത്തിൽ ബാലെ വരിക എന്ന ഭീമൻ്റെ പദത്തിൽ, ദക്ഷയാഗത്തിൽ പൂന്തേൻവാണി എന്ന ദക്ഷൻ്റെ വേദവല്ലിയോടുള്ള പദത്തിൽ, കീചകത്തിൽ കീചകൻ്റെ മാലിന്യോടുള്ള പദത്തിൽ, ഇങ്ങനെ ഒട്ടനവധി, ബാലിജയത്തിൽ രാവണൻ, ദുര്യോധനത്തിൽ ദുര്യോധനൻ, അങ്ങനെ ചെമ്പട താളത്തിൽ പതിഞ്ഞ പദമുള്ള ഇതിലൊക്കെ രംഗങ്ങളിലൊക്കെ ഈ ഇരട്ടികളുണ്ട്. ഇരട്ടി സാധാരണഗതിയിൽ പദത്തിൻ്റെ അവസാനം, ചരണ അവസാനം ആണ് ഈ ഇരട്ടികൾ എടുക്കുന്നത്. ആ പദത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എടുക്കുന്നതാണ് ഈ ഇരട്ടി. അപ്പോൾ ചെമ്പട താളത്തിലുള്ള 32 മാത്രയിൽ പിടിക്കുന്ന വളരെ കാലം താഴ്ത്തി, ആദ്യവസാന വേഷങ്ങളുടെ പതിഞ്ഞ പദങ്ങൾ വളരെ കാലം താഴ്ത്തി ആണ് എടുക്കുന്നത്. അപ്പോൾ ആ കാലം താഴ്ത്തിയുള്ള കാലത്തിലുള്ള ഇരട്ടി ആണ് നമ്മൾ കൂട്ടുന്നത്. നമ്മളിതിനു മുമ്പേ കലാശങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഒരു ചെമ്പട കലാശത്തെക്കുറിച്ച് പറഞ്ഞു. ആ ചെമ്പട കലാശത്തിൻ്റെ തൊട്ട് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടാണ് ഈ ഇരട്ടിയും കൂട്ടുന്നത്. ഇങ്ങനെ ഒരു വാല് എന്നാണ് ഇതിന് പറയുക. നമ്മൾ പുറപ്പാട് പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ പറയുണ്ടായി, ഈ കലാശം കഴിഞ്ഞ് പിന്നീട് കൊട്ടുന്ന ഈ സാധനത്തിന് വാല് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു വാല് കുട്ടി, പിന്നെ 2 താളോട്ടം, പിന്നീട് 2 താളോട്ടം, പിന്നെ ഒരു താളോട്ടം, പിന്നെ ഒരു താളോട്ടം, അങ്ങനെ 2 2 4 4 1 5 1 6 കലാശം ഉൾപ്പെടെ, ആദ്യം തുടങ്ങുന്ന കലാശം ഉൾപ്പെടെ 7 താളവട്ടമാണ് ഇതിൽ ഈ ചെമ്പട താളത്തിലുള്ള പതിഞ്ഞ ഇരട്ടിക്ക് വേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് കൊട്ടി കാണിച്ച് പരിചയപ്പെടുത്താം. താളം പിടിക്കുന്നതും കൊട്ടുന്നതും ഞാൻ മാത്രമായതുകൊണ്ട് താളം കൊട്ടുന്നതിന് ഒപ്പം താളം പിടിക്കുന്നതിന് ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ
താളത്തിന് നമ്മൾ 32 മാത്രമേയുള്ള താളം പിടിക്കുന്നു. ഇരുപത്തിനാലാമത്തെ മാത്രയ്ക്ക് കലാശം തുടങ്ങും. ഇതാണ് ഇരട്ടി. ഇതിൽ ആദ്യത്തെ കലാശത്തിന് ശേഷമുള്ള 2 താളവട്ടം ന ന ന ഡ ന ന ഡ ണ കന്തരിക്കിടത് തരകം, അങ്ങനെ 6 എണ്ണം കൊട്ടിയ 2 താളവട്ടം എടുത്തും അത് 2 താളവട്ടത്തിൻ്റെ അവസാനം കലാശം. അത് കഴിഞ്ഞാൽ ന ന ഡ ണ കന്തരിക്കിടത് തരകം, ന ന ഡ ണ കന്തരിക്കിടത് തരകം, ന ന ന ഡ ന ന ഡ ണ കന്തരിക്കിടത് തരകം, ന ന ഡ ണ കന്തരിക്കിടത് തരകം, ന ന ന ഡ ഡ ഡ ന ന ഡ ണ കന്തരിക്കിടത് തരകം. ഇങ്ങനെ 2 ചെറുത് ഒരു വലുതായി 2 താളവട്ടം കഴിയും. 2 പ്രാവശ്യം കൂട്ടുമ്പോഴേക്ക് ഒരു താളവട്ടം എത്തും. വീണ്ടും 2 ചെറുത് ഒരു വലുത് കൂടി കൂട്ടുക. അപ്പോൾ 3 പ്രാവശ്യം ചെറുത് 3 പ്രാവശ്യം വലുത് കൂട്ടിയാൽ താളവട്ടത്തിൻ്റെ പകുതിയിലെത്തും. പിന്നെ വീണ്ടും 2 അല്ലെങ്കിൽ ഒരു പ്രാവശ്യം 2 ചെറുതായിട്ട് ഒരു പ്രാവശ്യം കൂടി കൂട്ടിയാൽ കലാശം. അപ്പോൾ അങ്ങനെ 2 താളവട്ടം ഇത് കൂട്ടുക. പിന്നെ അപ്പോൾ 4 താളവട്ടെത്തി. പിന്നെ ഡേക്കണം. ഇതിൽ ഡേക്കണ എന്നാണ് വായ്ത്താരി ചൊല്ലുമ്പോൾ സൗകര്യത്തിന് വേണ്ടി പറയുന്നത്. പക്ഷേ കൊട്ടുന്നത് ഡേന്നകാൻ എന്നാണ് കൊട്ടുന്നത്. ഡേക്കണ എന്നാണ് ചൊല്ലുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നത്.
എങ്ങനെയാലും അത് കൊട്ടും. പിന്നെ നഗഡ് ഡൻ തിരിക്കട്ടത് തിരിക്കട്ടത് തിരിക്കട്ടത്. അപ്പോൾ ഡേക്കണ എന്നുള്ളത് ഒരു വലുത് രണ്ട് ചെറുത്. പിന്നെ കലാശം നഗഡ് ഡൻ തിരിക്കട്ടത് 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 കാണാതിരിക്കണം. നെഡ് തിരിക്കട്ടത് 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 തിരിക്കണം. നഗഡ് തിരിക്കട്ടത് 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 ഡ് തിരിക്കട്ടത് കാണാതിരിക്കണം. നഗഡ് തിരിക്കട്ടത് കാണാതിരിക്കണം. നഗഡ് തിരിക്കട്ടത് കാണാതിരിക്കണം. നഗഡ് തിരക്കാം തിരിക്കട്ടത് തിരക്കാം ഡെഡ് എന്ന് അവസാനം ഉരുളുകൈ കൂട്ടി കലാശിക്കുകയും ചെയ്യും. ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, കലാശം കഴിഞ്ഞ് വാല് കൊട്ടുന്നത് വരെ ആണ് ആദ്യഘട്ടത്തിൽ അമർത്തി കൊട്ടേണ്ടത്. പിന്നീട് ഉള്ള രണ്ട് താളോട്ടം, പിന്നീടുള്ള രണ്ട് താളോട്ടം, പിന്നീടുള്ള ഒരു താളോട്ടം, അതായത് ഡേക്കണ കഴിയുന്നത് വരെ പദം ചൊല്ലുകയും നടൻ അല്ലെങ്കിൽ കഥാപാത്രം ചെയ്യുന്ന ആൾ വട്ടം വയ്ക്കുകയും അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ മുദ്ര കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ അമർത്തി കൊട്ടേണ്ടതില്ല എന്നർത്ഥം. ഈ സാധനങ്ങൾ കൃത്യമായി കൊട്ടുകയും വേണം, പക്ഷേ ശബ്ദം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നഗഡൻ തിരിക്കട്ടത് 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 അവിടെ മുതലാണ് അമർത്തി കൊട്ടേണ്ടത്. ഇതാണ് പതിഞ്ഞ പദത്തിലുള്ള പതിഞ്ഞ ഇരട്ടിയുടെ പ്രയോഗവും അതിൻ്റെ അതിലെടുക്കുന്ന കഥാപാത്രങ്ങളുടെ ചെറുതാണ് ഇതിൽ പ്രാരംഭത്തിൽ പറഞ്ഞത്. ഇത് തെക്കൻ ചിട്ടയിൽ ഇരട്ടി കൂട്ടുമ്പോൾ എല്ലാ എണ്ണങ്ങളിലും ഈ രണ്ട് താളവട്ടം ഉണ്ടാവും. അതായത് ഡേക്കണാണ്ട് കണാണ്ട് 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 ഡോറ ഡേക്കണാണ്ട് കണാണ്ട് കണാണ്ട് ഡോറ ഡേക്കണാണ്ട് കണാണ്ട് കണാണ്ട് ഡോറ ഡേക്കണാണ്ട് കണാണ്ട് 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 കണാണ്ട്. വീണ്ടും പിന്നെ ഒരു വലുത് രണ്ട് ചെറുത്, വീണ്ടും ഒരു വലുത് രണ്ട് ചെറുത്, പിന്നെ കലാശം നഗഡൻ തിരിക്കട്ടത്. അവിടെയും അതും ഈ രണ്ട് താളവട്ടം ഉണ്ടാവും. അപ്പോൾ എല്ലാ കാലത്തിലും ഈ രണ്ട് താളവട്ടം വീതമാണ്. തെക്കൻ ശൈലിയിലെങ്കിൽ വടക്കൻ ശൈലിയിൽ നേരത്തെ പറഞ്ഞ അതുപോലെയാണ്. ഇനി പതിഞ്ഞ പദങ്ങൾ തന്നെയാണ്, പക്ഷെ കുട്ടിത്തരം വേഷങ്ങളാണ്. അതായത് മാനിനിമാരടി കൂപ്പും എന്ന സുദ്രാരണത്തിലെ കൃഷ്ണൻ്റെ പദം, ചഞ്ചലാക്ഷിമാരെ എന്ന നരകാസുരത്തിലെ കൃഷ്ണൻ്റെ പദം, അതേപോലെ സമാനമായിട്ടുള്ള പദങ്ങൾ. ഇപ്പോൾ ഭഗവതത്തിൽ വ്യാസൻ്റെ അടുത്ത് ഭീമൻ്റെ പദം, മുൻകാലങ്ങളിൽ ഉത്തരന് ചൊല്ലിയിരുന്ന ആദ്യത്തെ രണ്ട് ഖണ്ഡങ്ങൾ, അതിലുള്ള അത്തരത്തിലുള്ള കാലങ്ങളിൽ കുട്ടിത്തരം വേഷങ്ങൾക്ക് പ്രധാനമായും അതിലുള്ള ഇരട്ടി ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ രണ്ട് താളവട്ടം, കലാശത്തിന് ശേഷമുള്ള ആദ്യത്തെ രണ്ട് താളവട്ടം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ കലാശം കൊട്ടുന്നില്ല, അതിൻ്റെ അവസാനം മാത്രം കൊട്ടി ഇതെല്ലാം ഒരുപോലെ തന്നെ. ഇത് രണ്ട് താളവട്ടം കഴിഞ്ഞാൽ കലാശിക്കുക. അപ്പോൾ ആദ്യത്തെ കലാശത്തിന് ശേഷമുള്ള ആദ്യത്തെ രണ്ട് താളവട്ടം വ്യത്യാസമില്ല. പിന്നത്തെ ഒരു താളവട്ടം എന്നുള്ളത് കന്തിരിക്കടത് കതരകാന്ന് 3 പ്രാവശ്യം കൂട്ടി അത് 3 വീതം കൂട്ടി കലാശിക്കുക. നേരത്തെ പതിഞ്ഞ പദത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് ചെറുത് ഒരു വലുതായിരുന്നു. ഇതിൽ വലുത് മാത്രമേ ഉള്ളൂ.
പിന്നെ കലാശിക്കുകയും ചെയ്യുക. ഇതാണ് കുട്ടിത്തരം മറ്റ് ചെറിയ വേഷങ്ങളുടെ ഇരട്ടിക്ക് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് ഒരു കാലത്ത് അല്ലെങ്കിൽ അടുത്ത കാലത്തിലുള്ളത് 16 മാത്രയിലുള്ള ഇരട്ടി പരിതാപിക്കരുതേ എന്ന കല്യാണ സൗഗന്ധ്യത്തിൽ കൃഷ്ണൻ ധർമ്മപുത്രനോട് പറയുന്ന ഒരു പദത്തിലാണ് ഉള്ളത്. അത് കളരിയിൽ വളരെ കണിശമായി പഠിപ്പിക്കുകയും അത് കളരിയിൽ മാത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു പദമാണ്. അത് അരങ്ങിൽ ഈ ഇരട്ടികൾ വളരെ അപൂർവമാണ്. ഈ പരിതാപിക്കരുത് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലത്തെ എണ്ണം നേരത്തെ കൊട്ടിയ ഇപ്പം ഈ മാന്യന്മാരുടെ ഒപ്പം എന്നുള്ള ഇരട്ടിക്ക് കൊട്ടിയതുപോലെ തന്നെയാണ്. ഇതിൻ്റെ കാലം ലേശം വ്യത്യാസമുണ്ട് മാത്രം. ഇതിൻ്റെ താളം പിടിക്കുന്നതിൻ്റെ വ്യത്യാസം പോലെ തന്നെ ഇതിൻ്റെ കൊട്ടും വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് താളം പിടിക്കുക. ഇതാണ് പരിതാപിക്കരുതേ പാണ്ഡവന്മാരെ എന്നുള്ള കൃഷ്ണൻ്റെ പദത്തിനുള്ള ഇരട്ടി. ഇത് നേരത്തെ ഇതിന് മുൻപുണ്ടായിരുന്ന കുട്ടിത്തരം പതിഞ്ഞ ഇരട്ടിയുടെ സമാനമാണ്. 2 താളവട്ടം കലാശത്തിന് ശേഷം ആദ്യത്തെ കലാശത്തിൻ്റെ വാല് കൊട്ടുന്നത് എന്നുള്ളത് പകുതി മാത്രമേ ഉള്ളൂ. മറ്റേ കിടതുകതിരി 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 കിടതുകതരകാം ദരികിടതുകതരകാം 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 എന്ന് കലാശത്തിന് ശേഷമുള്ള വാല് കൊട്ടിയെങ്കിൽ ഇവിടെ കിടതുകതരകാം ഡൂറിനകതരകാം ദരികിടതുകതരകാം അത്രയേ ഉള്ളൂ. തുടർന്ന് 2 താളോട്ടം, പിന്നീട് പിന്നത്തെ ഒരു താളോട്ടം നേരത്തെ എന്നാണ് നേരത്തെ കൊട്ടിയിരുന്നതെങ്കിൽ ഇവിടെ കാലത്തിൻ്റെ മാറ്റം കൊണ്ട് എന്ന് കൊട്ടും. പിന്നെ കലാശിക്ക് ചെയ്യും. ഇനി അതിൻ്റെ 8 മാത്രയിലുള്ള അടുത്ത കാലത്തിലുള്ള ഇരട്ടികൾ അതൊട്ടനവധി പദങ്ങൾക്കുണ്ട്. കണ്ണീണക്യാനന്ദം എന്നുള്ള പദത്തിന് കുണ്ടീനായകം തുടങ്ങിയിട്ടുള്ള പദം. ഹരിണക്ഷി ജന അത്തരത്തിലുള്ള കാലം അല്പം മുറുകിയാലും ഊർജിത പാർത്ഥിവത്തവ അക്കാലത്തിലുള്ള പദങ്ങൾ വരെ കൊട്ടുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ പദങ്ങൾ വിവിധ കഥയിൽ എല്ലാ കഥകളിലും ഈ കാലത്തിലുള്ള ഇരട്ടികളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കൊട്ടുന്നത്
പ്രാഥമികമായി പഠിപ്പിക്കുന്നത്. പിന്നെ അരങ്ങിൽ അതിൻ്റെ പിന്നെ ചുഴിപ്പോ അല്ലെങ്കിൽ ഉലച്ചിലോ ചാട്ടമോ അതനുസരിച്ച് ആ ഇരട്ടിയുടെ സ്വഭാവമനുസരിച്ച് കൊട്ടുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ വന്നുകൊണ്ടിരിക്കും. കലാശിക്കുകയും ചെയ്യുക. അപ്പോൾ ഡെതിരികിടത് ഗണതരകണ്ണ ഡെതിരികിടത് തിരകണ അത്തരത്തിലുള്ള കൊട്ടുകൾ കൊട്ടാറുണ്ട്. അതാണ് ഒരു സാധാരണ ഇരട്ടിയായിട്ട്. പിന്നെ ഉള്ളത് മുറുകിയ ഇരട്ടി. മുറുകിയ കാലത്തിൽ വസ വസ സൂദ വസ വസ സൂദ മമ നിലയെ അത്തരത്തിലുള്ള കാലം മുറുകിയ യാമി യാമി ഭൈമി കവിതം ഈ കാലങ്ങളിലുള്ള പിന്നെ ഇരട്ടികൾ. ഇത്തരത്തിൽ കൊട്ടി ആ കാലത്തിലുള്ള ഇരട്ടികളും കഴിയാം. ഇത് സാധകത്തിനനുസരിച്ചിട്ട് പിന്നെ എണ്ണങ്ങൾ കൂടുതൽ നിറവോടുകൂടി കൂട്ടും. പിന്നെ ഇതുകൂടാതെ മുറി ഇരട്ടി, അതായത് പകുതി ഇരട്ടി, അതായത് ഇപ്പോൾ ദക്ഷയാഗത്തിൽ ശിവൻ്റെ കുവലയ വിലോചന എന്ന ശിവൻ്റെ സതിയോട് പറയുന്നത്, ഉത്തരാസമരത്തിൽ താരുത്തേൽ മൊഴിമാർമണെ എന്ന ബൃഹന്നള സൈരന്ധ്രിയോട് പറയുന്നത്, അതൊക്കെ മുറിയിരട്ടിയാണ്. അതായത് ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. കലാശത്തിന് ശേഷം ഇത്രയേ ഉള്ളൂ. അന്തരിക്കിടത് കതരകാം അന്തരിക്കിടത് കതരക അത്തരത്തിലുള്ള കുറഞ്ഞ് പകുതി മാത്രമേ ഉള്ളൂ അർത്ഥം. പിന്നീട് അതിൻ്റെ പദത്തിൻ്റെ അവസാനം കലാശം കൊട്ടി അവസാനിക്കുകയും ചെയ്യും. ഇതാണ് മുറിയരട്ടി. ഇങ്ങനെ ചെമ്പട താളത്തിലുള്ള വിവിധ കാലത്തിലുള്ള വിവിധ കഥാപാത്രങ്ങളുള്ള സന്ദർഭങ്ങളിൽ ബന്ധപ്പെട്ടാണ് ഈ ഇരട്ടിയുമായി വളരെ ലഘുവായി പറഞ്ഞത്. ഇതിൻ്റെ അവതരണത്തിലൊക്കെ ധാരാളം പ്രത്യേകതകളുണ്ട്. അതായത് പദം ചൊല്ലുന്ന സമയത്ത് വളരെ മെല്ലെ മാത്രമേ കൊട്ടാൻ പാടുള്ളൂ. പിന്നെ കഥാപാത്രത്തിൻ്റെ സ്വഭാവമനുസരിച്ച് നമ്മൾ കൊട്ടില്ല. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതെല്ലാം ഈ ഇരട്ടികൾക്കും ബാധകമാണ് എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലാണ് ഇരട്ടികളെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം.